കുഴപ്പമില്ലാത്ത വിധത്തിൽ നമസ്കാരം. ഇന്ന് നളൻസ് വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിക്കണ്ണി, അതായത് പരാന്നഭോജിയായ ഇത്തിക്കണ്ണി എങ്ങനെയാണ് മാവിനെ നശിപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊരു നല്ല ഒട്ടുമാവായിരുന്നു, നല്ല കായ്ഫലം തരുന്ന ഒട്ടുമാവായിരുന്നു. ഈ ഒട്ടുമാവിൽ നിറച്ച് ഇത്തിക്കണ്ണി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ മരത്തിൽ ഈ കാക്കയും അതുപോലെ തന്നെ ചില പക്ഷികളും അതിൻ്റെ വിത്തുകൾ തിന്നിട്ട്, അതിന് മധുരം കാണും, അത് തിന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്ന് കാഷ്ടിച്ച് വയ്ക്കും. അപ്പോൾ ആ വിത്ത് ആ മരത്തിൻ്റെ തൊലിയിലിരുന്ന് വളർന്ന് അതിൻ്റെ വേരുകൾ കറക്റ്റായിട്ട് ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മളിത് വെട്ടിക്കളഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ നമുക്കിത് വെട്ടിക്കളഞ്ഞ് കാണിച്ചു തരാം. എത്ര വെട്ടി ക്ലീൻ ചെയ്താലും ശരി, ഇതിൻ്റെ വേരുകൾ ഇതിനകത്തേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. കണ്ടോ, ഇതിങ്ങനെ പോകില്ല. ഇങ്ങനെ ഏറ്റവും നല്ല, ഇതിന് ഫലപ്രദമായിട്ട് ഇത് ചെത്തിക്കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, വേറെ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര നല്ല ബലമുള്ള തായ്തടിയാണെങ്കിൽ ശരി നമ്മളത് മുറിച്ച് കളയേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നത്. ഇതിപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തരാം, കൊത്തി കീറി കാണിച്ചു തരാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. ഇതിപ്പോൾ തന്നെ മുറിച്ച ഒരു ഭാഗമാണ്, നോക്കി, നല്ലൊരു തടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭാഗം കണ്ടോ, ഇതൊക്കെ കേട് പിടിച്ചു ഇത്രയും ഭാഗത്ത്. അപ്പോൾ അങ്ങനെ മുഴുവൻ ഇതാ ഓരോ കമ്പുകളനുസരിച്ചാണ് ശരി ഇത്തിക്കണ്ണി വളരെ പ്രശ്നമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് നമുക്കൊന്ന് കീറി നോക്കാം, ആ ഇത്തിക്കണ്ണിയുള്ള ഭാഗം. ഇത് കണ്ടോ, അതിൻ്റെ വേരുകൾ എത്രത്തോളം ഉള്ളിലേക്ക് പോയി ഈ തടിയെ കേടുവരുത്തുന്നു നോക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള വൃക്ഷങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ ഇത്തിക്കണ്ണി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷം പിന്നെ അതിൻ്റെ വേരുകൾ ഡീപ്പ് റൂട്ട് ലെവലിലേക്ക് ഇതിൻ്റെ താഴ്ത്തടിയിലേക്ക് അങ്ങ് ഇറങ്ങും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ തടി പിന്നെ കാലാന്തരത്തിൽ ഉണങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമാണ് ഫലം. അപ്പോൾ ഇതുപോലെ അങ്ങനെ മുറിക്കപ്പെട്ട ഒരുപാട് തടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കീറി നോക്കിയിട്ടുണ്ട് കോടാലി വെച്ച്. അതൊരു മരുങ്ങാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, മുട്ടിയിലിട്ട് കൊത്തിയിട്ട് വലിയ കാര്യമില്ല, അത് പോവുകയില്ല എന്ന് പറയും. അതുപോലത്തെ ഇത്തരം മുട്ടികൾ നമുക്ക് കീറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വലിയ കോടാലി കൊണ്ട് മാത്രമേ കീറാൻ പറ്റുള്ളൂ. ഇത് ചെറിയ കോടാലി കൊണ്ട് നമുക്ക് വെറുതെ കീറാൻ പറ്റില്ല. പക്ഷേ മാവ് ഒട്ടനവധി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം. ഈ മരം മുഴുവൻ ഇത്തിക്കണ്ണി, ആ ഇത്തിക്കണ്ണി എടുത്ത് നശിച്ചതാണ് കണ്ടത്, കമ്പ് ഒടിഞ്ഞു വീണതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം മുറിച്ച് ഇട്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതൊക്കെ കൊത്തി കീറി ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വിറകും ആവശ്യമില്ല, എല്ലാം ഗ്യാസ് അല്ലേ. പക്ഷേ എന്നാലും ഇത്രയും വിറക് നമ്മൾ ഇത് 2-3 ദിവസം കൊണ്ട് ഞാൻ കൊത്തി കീറിയതാണ്. നമുക്കത് പരിചയമുള്ള പണിയല്ല, എന്നാലും ചെയ്തു നോക്കുക. മറിക്ക് ഇത് ഈ മരം വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു പ്രത്യേക മരുങ്ങാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടല്ല, അത് എവിടെ കൊത്തിയാൽ കൃത്യമായിട്ട് അതിൻ്റെ വിരിവനുസരിച്ച് എവിടെയാണ് കൊത്തണതനുസരിച്ച് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കീറിയെടുക്കാം. പക്ഷെ അത് മാത്രമല്ല, ഈ നമ്മൾ വെട്ടുമ്പോൾ
മറ്റേ ഇതിനകത്തൊക്കെ ജിമ്മിലൊക്കെ പോണതിനൊക്കെ ഇരട്ടി എഫക്റ്റാണ്, ബാറ്റ് കളിക്കാൻ പോണതിനൊക്കെ ഇരട്ടി എഫക്റ്റാണ്. അത് കാരണം എല്ലാവരും ഒരു കോടാലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അവനവൻ്റെ വീട്ടിലുള്ള ഇപ്പം ഗ്യാസിനാണെങ്കിൽ അനുദിനം ഒന്നോണം വില കൂടിക്കൊണ്ടിരിക്കുക. പുറത്തൊരടുപ്പം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത്ര കുഴപ്പമില്ലാത്ത വിധത്തിൽ ആ ഗ്യാസിൻ്റെ ഉപകരണം നമുക്ക് ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാം. എന്താ ഇങ്ങനെ കോരി ഇടാം. അങ്ങനെ എടുക്കരുത്. ഇതാണ് ഇത്തിക്കണ്ണി എന്ന് പറയുന്നത്. കണ്ട, ഒരു പരാത സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഡെൻഡ്രാപ്തോയി ഫാൽക്കാട്ട എന്നാണ് ഇതിൻ്റെ ശരിക്കും ശാസ്ത്രീയ നാമം. ഇത്തിക്കണ്ണി എന്ന് പറയുകയാണ് ഏറ്റവും സുഖം. ഇത്തിക്കണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നമ്മളുടെ സമൂഹത്തിലുള്ള ചില ആൾക്കാരെ കുറിച്ച് ചില ഉപമ പറയാറുണ്ട്. എന്താണ് ഉപമ? ഇത്തിക്കണ്ണി പോലെയാണ് എന്ന് പറയുന്നത്. അതായത് ഈ തടി അവൻ്റെ പേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന, അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ആഹാരത്തിൽ നിന്ന് അവൻ്റെ ഈ ഇത്തിക്കണ്ണി, അതായത് കാക്കയും മറ്റു പക്ഷികളുമൊക്കെ കാഷ്ടിച്ച് ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് ആ വിത്ത് മുളച്ച് ഇതിൻ്റെ വേര്, ഈ തൊലി, ഇതിൻ്റെ ഈ മരത്തിൻ്റെ മാതൃവൃക്ഷം ഏതാണോ അതിൻ്റെ ആ പുറം തൊലിയെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ഇതിൻ്റെ ഇന്നർ റൂട്ടിലുള്ള അല്ലെങ്കിൽ തടിയിലുള്ള പോഷകങ്ങൾ മുഴുവൻ വലിച്ചെടുത്ത് ഈ തടിയെ ഉണക്കിക്കളയുന്നു. ഇവൻ ഇത്തിക്കണ്ണി നല്ല പച്ചയായിട്ടും നല്ല പുഷ്പിച്ചും നല്ല രീതിയിലൊക്കെ നിൽക്കും. ഈ ഇത്തിക്കണ്ണിക്ക് ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 400ഓളം വൃക്ഷങ്ങളിൽ ഇവ ഇങ്ങനെ വേര് ആഴ്ത്തിറക്കി അവൻ ജീവിച്ചു പോകുന്നു. ഇതിൻ്റെ വിത്ത് വിതരണത്തിന് പ്രധാനപ്പെട്ട ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാക്കയും അതുപോലെ ചെറിയ ചെറിയ കിളികളാണ്. ഈ മഞ്ഞവാലം കിളി, അതുപോലെ തന്നെ ചുമലുള്ള, അങ്ങനെയുള്ള കുറച്ച് കിളികളാണ് ഇതിൻ്റെ വിത്തുകൾ. അത് പഴുക്കുമ്പോൾ മധുരം ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ കഴിച്ചിട്ടില്ല. ആ വിത്തുകൾ ഇത് കഴിച്ചതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ എവിടെ കൊണ്ട് കാഷ്ടിച്ച് വയ്ക്കും. അവനവിടെ മഴക്കാലം വരുമ്പോഴത്തേക്കും ആ ഈർപ്പത്തിൽ അവൻ വളർന്ന് കാട് പോലെയായും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഖരിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇത് കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ചെത്തിക്കളയാറുണ്ട്. ഇതുപോലെ ചെത്തി ഇത് നമുക്ക് ഇതുപോലെ വെട്ടിയൊക്കെ കളയാം. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ വേരുകൾ ഇത് ശാശ്വതമല്ല, ഈ തടി ഉണങ്ങിപ്പോവുക തന്നെ ചെയ്യും അത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അവർ ദയവായിട്ട് ഇത് പറഞ്ഞു തന്നെ. ഇങ്ങനെ ഇതിന് നിയന്ത്രിക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ, വല്ല കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളോ ഉണ്ടോ? അതുകൊണ്ട് എന്ത് ശക്തിയിലെ കൊണ്ട് വേരാഴ്ത്തിയിരിക്കണം നോക്കി, മുഴുവൻ കയറിയിരിക്കുക. കണ്ട, ഇതിൻ്റെ ഔഷധ ഗുണം ഉണ്ടെങ്കിലും എന്താ ഔഷധം എന്നുള്ളതിനെ കുറിച്ചൊന്നും വല്ല കാര്യമായിട്ട് എനിക്കറിയാമല്ലോ. പക്ഷെ ആടിന് കൊടുക്കാം, ഏതായാലും അത് അറിയാം. ഓക്കെ, അപ്പോൾ നമസ്കാരം. നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്തിൽക്കണ്ണി എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അല്ലാത്തവർക്കല്ല. അപ്പോൾ ആ ഇത്തിൽക്കണ്ണിയും അതിൻ്റെ ആ പറഞ്ഞ പോലെ നശീകരണ സ്വഭാവങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് നളൻസ് വീഡിയോയിൽ കൂടി വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതേപോലെ അറിവുകളും പാചകങ്ങളും നുറുങ്ങുകളും ഒക്കെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി, നമസ്കാരം. അമൽരാജ് രാജശേഖരൻ, പാണാവള്ളി.